നമസ്കാരം. എന്താണ് നമ്മളെ രോഗത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നിരീക്ഷിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമ്മൾ രോഗികളായിട്ട് മാറുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ മനസ്സാണ്. അതായത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് യഥാർത്ഥത്തിൽ ആരോഗ്യ ചിന്തയാണ്. ആരോഗ്യത്തെക്കുറിച്ചായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാൽ നമ്മൾ ആരോഗ്യത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. നമ്മളിൽ ഭൂരിപക്ഷം പേര് ചിന്തിക്കുന്നത് രോഗങ്ങളെക്കുറിച്ചാണ്. ആരോഗ്യ ബോധത്തിന് പകരം നമ്മുടെ മനസ്സിലുള്ളത് രോഗഭീതിയാണ്. എന്തുകൊണ്ടാണ് നമ്മളെപ്പോഴും രോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇല്ലെങ്കിൽ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. നമുക്കിവിടെ ഒരു ആരോഗ്യവകുപ്പുണ്ട്. ഈ ആരോഗ്യവകുപ്പിന് ചെലവിന് കൊടുക്കുന്നത് ഈ വകുപ്പിൻ്റെ മന്ത്രിയല്ല, മന്ത്രിക്ക് ഉൾപ്പെടെ ചെലവിന് കൊടുക്കുന്നത് നമ്മളാണ്. എന്നാൽ ഈ ആരോഗ്യവകുപ്പ് എപ്പോഴെങ്കിലും ആരോഗ്യം എന്ന വാക്ക് ഉച്ചരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ എപ്പോഴും അവരിൽ നിന്ന് കേട്ടിരിക്കുന്നത് രോഗങ്ങളെക്കുറിച്ച് മാത്രമാണ്. ഓരോരോ രോഗങ്ങളെ എത്ര കണ്ട് ഭയാനകമാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുമോ അത്ര കണ്ട് ഭയാനകമാക്കി അവതരിപ്പിക്കലിലാണ് അവരുടെ ശ്രദ്ധ കിടക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന സംഗതി 10, 40, 50 പേർക്ക് ആണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത് ഉണ്ടായിട്ടുള്ളതായിട്ട് പറയുന്നത്. ഇങ്ങനെ ഒരു രോഗം വന്നപ്പോൾ ഈ രോഗം യഥാർത്ഥത്തിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഇപ്പോഴും അവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു രോഗം വരുമ്പോൾ, ഒരു പുതിയ രോഗം വരുമ്പോൾ അത് എങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു സ്റ്റോറി ഡെഫിനറ്റായിട്ടും ഇവിടുത്തെ ആരോഗ്യ വിദഗ്ധരുണ്ടാക്കും. അപ്പോൾ ഇവരുണ്ടാക്കിയ ഫസ്റ്റ് സ്റ്റോറി മലിനജലത്തിൽ കുളിക്കാൻ ഇറങ്ങുന്നത് കൊണ്ടാണെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ മലയാളികളെ പോലെ വൃത്തിയും മെനയുമുള്ള ആൾക്കാർ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മൾ കുളിക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നവരാണ്. ദിവസം 2 നേരമെങ്കിലും നമ്മൾ കുളിക്കും. മിക്കവാറും മലയാളികൾ രാവിലെയും വൈകുന്നേരം കുളിക്കാറുണ്ട്. എന്താണ് കുളിക്കുന്നത്? കുളിക്കുന്നത് ശരീരത്തിലെ മാലിന്യം കളയാനാണ്. അങ്ങനെ മാലിന്യം കളയാൻ വേണ്ടി കുളിക്കുന്ന മലയാളി അഴുക്ക് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുമോ? നിങ്ങൾ ആലോചിച്ചു. അപ്പോൾ അങ്ങനെയുള്ള വെള്ളത്തിലിറങ്ങി കുളിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വെള്ളത്തിലിറങ്ങുമ്പോൾ, നിങ്ങൾ പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വെള്ളത്തിലിറങ്ങുന്നവർക്കറിയാം, നമ്മൾ വെള്ളത്തിലേക്ക് മുങ്ങാൻ വീഴുന്ന സമയത്ത് നമ്മൾ മൂക്കിൽ പിടിക്കും. പിന്നെ നമ്മൾ ശ്വാസം പിടിച്ചു നിർത്തുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ നമ്മൾ വായുവിൻ്റെ മർദ്ദം മൂക്കിൽ കൊടുക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ മൂക്കിലേക്ക് പോവില്ല. നമുക്കറിയാം എങ്ങനെ അത് നിർത്തണമെന്നുള്ളത്. കാര്യം മൂക്കിലൂടെ വെള്ളം കയറി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ആൾക്ക് പിന്നെ വെള്ളത്തിൽ നിൽക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് മൂക്കിൽ കൂടെ വെള്ളം കയറാതെ വെള്ളത്തിലിറങ്ങി ശീലമുള്ള എല്ലാവർക്കും അറിയാം. എന്നിട്ടും മൂക്കിലൂടെ വെള്ളം കയറി ആ വെള്ളത്തിലൂടെ അമീബ തലച്ചോറിലെത്തി തലച്ചോറ് തിന്നുന്നത് കൊണ്ടാണ് ഈ ആൾക്കാർ മരിക്കുന്നതെന്നാണ് ഇവർ ആദ്യം ഉണ്ടാക്കിയ തിയറി. ആ തിയറി കേട്ട് കുറേയേറെ ആൾക്കാർ പേടിച്ചു. ആകെ 2-3 പേര് മരിച്ച സമയത്താണ് തിയറി വരുന്നത്. അതിനുശേഷം ആ തിയറി പൊളിഞ്ഞു പോയി. കാരണം കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ ഒന്നും കുളിക്കാത്ത ആൾക്കാർക്കും ഈ രോഗം വന്നതായിട്ട് ഇവരുടെ തന്നെ പരിശോധനാ ഫലം കണ്ടുപിടിച്ചു. അതിലേറ്റവും നമ്മൾ ശ്രദ്ധിച്ച ഒരു ദാരുണ മരണം എന്ന് പറയുന്നത് 3 മാസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ മരണമാണ്. ആ കുഞ്ഞൊരിക്കലും ഒരു വെള്ളത്തിൽ ഇറങ്ങില്ലല്ലോ. ആ കുഞ്ഞ് മരിച്ചത് ഇതുകൊണ്ടാണ് എന്ന് ഇവരുടെ തന്നെ പരിശോധനാ ഫലം വന്നപ്പോൾ അവർ പുതിയ കഥയുണ്ടാക്കി. അവരുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിൽ നിന്നുമാണ് അമീബ വന്നത്. കിണറ്റിലെ വെള്ളത്തിൽ നിന്നും അമീബ വന്ന് ആ കുഞ്ഞിൻ്റെ മൂക്കിൽ കയറി എന്ന് പറഞ്ഞവർ ഇതാലോചിച്ചില്ല, ആ കുഞ്ഞിനെ കൊണ്ട് ആരെങ്കിലും കിണറ്റിൽ മുക്കിയോ? അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരി വെച്ചിട്ട് അതിലേക്ക് കുഞ്ഞിൻ്റെ തല മുക്കിക്കൊടുത്തോ? ഏതെങ്കിലും അച്ഛനമ്മമാരങ്ങനെ ചെയ്യുമോ? എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു അച്ഛനും അമ്മയും മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ ഇറക്കി കുളിപ്പിക്കില്ല. അവർ വളരെ കരുതലോടെയാണ് ആ കുഞ്ഞിനെ കുളിപ്പിക്കുക. മിക്കവാറും അവർ ചൂടുവെള്ളത്തിലെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദേഹം തുടയ്ക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഇവർ പറഞ്ഞു കിണറ്റിലെ വെള്ളത്തിൽ നിന്നും ആ കുഞ്ഞിൻ്റെ മൂക്കിലേക്ക് എന്ത് കയറി? അമീബ കയറിയെന്ന്. പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഷവറിൽ കുളിച്ച ആൾക്ക് വന്നുവെന്നാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് തിയറി എന്ന് പറയുന്നത് വായുവിൽ കൂടി ഇത് പകരുന്നുണ്ട് എന്നാണ്. വെള്ളത്തിൽ കൂടി ഇത് പകരുന്നു, അല്ലെങ്കിൽ വെള്ളമാണ് ഇതുണ്ടാകാൻ കാരണമെന്ന് വന്നപ്പോൾ കേരളത്തിലുള്ള എല്ലാ കിണറുകളും കുളങ്ങളും നദികളും എല്ലാം തന്നെ ക്ലോറിൻ കലർത്തി ശുദ്ധീകരിക്കണം എന്ന ഉത്തരവിട്ട ഒരു ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഇവിടെ ഇരിപ്പുണ്ട്.
ഇനിയിപ്പോൾ വായുവിൽ കൂടി ഇത് പകരുന്നു എന്ന് വിദഗ്ധർ പറഞ്ഞപ്പോൾ ഇവരെന്താവും ചെയ്യാൻ പോവുക? വായുവിൽ മൊത്തം വിഷമടിച്ച് വായുവിൽ കൂടി സഞ്ചരിക്കുന്ന അമീബകളെ മൊത്തം കൊല്ലണമെന്ന മറ്റോ ആയിരിക്കുമോ? മിക്കവാറും അങ്ങനെ ഒരു ഉത്തരവ് നമുക്ക് പ്രതീക്ഷിക്കാം. ഉത്തരവ്. കാരണം വായുവിൽ കൂടി അമീബ പകരുന്നുണ്ട്. ആലപ്പുഴയിൽ ഒരു കുടിവെള്ള സംഭരണി ശുദ്ധീകരിക്കാനായിട്ട് ക്ലോറിൻ കലർത്തി അത് ശുദ്ധീകരിച്ചിട്ട് ആ വെള്ളം അടുത്തുള്ള കുളത്തിലേക്ക് ഒഴുക്കി വിട്ടപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആ കുളത്തിലെ മത്സ്യങ്ങൾ മൊത്തം ചത്തുപൊങ്ങിയെന്ന വാർത്ത ഞാൻ വായിച്ചു. അപ്പോൾ ക്ലോറിൻ നല്ല സാധനമാണോ? എത്ര മിതമായ അളവിലിട്ടാലും ശരി, ഈ ക്ലോറിൻ നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ? അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ചല്ല ആരോഗ്യവകുപ്പ് ചിന്തിക്കുന്നത്. ആരോഗ്യവകുപ്പ് ചിന്തിക്കുന്നത് രോഗത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ട് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. കാരണം ഇന്ന് രോഗം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഇൻഡസ്ട്രിയുടെ ഡിമാൻഡാണ്. അവർക്ക് ആരോഗ്യമല്ല വേണ്ടത്, അവർക്ക് വേണ്ടത് രോഗമാണ്. രോഗമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. രോഗികളില്ലാതായി കഴിഞ്ഞാൽ ഇവിടെ കൂട്ട ആത്മഹത്യ ഉണ്ടാകും. കൂട്ട ആത്മഹത്യ. കാരണം സ്വന്തം മകനെയോ മകളെയോ ഒക്കെ ഡോക്ടറാക്കാൻ വേണ്ടി 50 ലക്ഷവും 1 കോടിയുമൊക്കെ മുടക്കി വിടുന്ന അച്ഛനമ്മമാർ എന്ത് കണ്ടിട്ടാണ് അവരെ അങ്ങനെ വിടുന്നത്? അവരുടെ മനസ്സിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ എൻ്റെ മകനും മകൾക്കും ഇഷ്ടം പോലെ കാശുണ്ടാക്കാം. ഈ അടുത്ത സമയത്ത് നമ്മൾ ഈ ഓൺലൈൻ തട്ടിപ്പുകൾ തുടങ്ങിയ ശേഷം വായിച്ചൊരു വാർത്തയാണ്. ആലപ്പുഴയിലാണെന്ന് തോന്നുന്നു. ഒരു ഡോക്ടർ ദമ്പതികളുടെ 7 കോടി രൂപ ഈ ഓൺലൈൻ തട്ടിപ്പുകാർ അടിച്ചു മാറ്റി. 7 കോടി രൂപ ചെറിയ തുകയാണ്. നമുക്ക് 1 കോടി രൂപ പോലും എത്ര ഭീമമായ തുകയാണ്, ആലോചിച്ച് നോക്കുക. അപ്പോൾ ഡോക്ടർമാരായിട്ട് ജോലി ചെയ്യുന്ന 2 പേർക്ക് 7 കോടി രൂപ നിസ്സാരമായിട്ട് ഈ തട്ടിപ്പുകാർ കൊടുക്കാൻ സാധിച്ചു. ഇനി എന്തുമാത്രം കോടി അവരയിൽ കാണും എന്നുള്ളവിടെ നിൽക്കട്ടെ. അപ്പോൾ പണമുണ്ടാക്കാൻ വേണ്ടിയാണ് അച്ഛനമ്മമാർ മക്കളെ ഡോക്ടറാക്കുന്നത്, നേഴ്സാക്കുന്നത്. പക്ഷേ അവരുണ്ടാക്കുന്ന പണം എന്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ളത് ഇതിനു വേണ്ടി കിടന്ന് പെടാപ്പാട് പെടുന്ന തന്തമാരും തള്ളമാരും ചിന്തിക്കുന്നില്ല. സമൂഹത്തിൽ രോഗികളുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഡോക്ടർ മകൾക്കോ ഡോക്ടർ മകനോ കാശുകാരനോ കാശുകാരിയോ ആകാൻ പറ്റൂ എന്നവർ ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കാനുള്ള മൂളയില്ല. അപ്പോൾ ഇവിടെ രോഗത്തിന് വലിയ ഡിമാൻഡുണ്ട്. രോഗമുണ്ടെങ്കിൽ മാത്രം നിലനിൽക്കുന്ന ഫാർമ കമ്പനികൾ, പഞ്ചനക്ഷത്ര ആശുപത്രികൾ, മരുന്ന് കടകൾ, ലാബുകൾ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതെല്ലാം രോഗത്തിലാണ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നത്. എന്നാൽ ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി പോലും രോഗിയാകാൻ ആഗ്രഹിക്കുന്നുമില്ല. ഒരു ഡോക്ടറും രോഗിയാകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മെഡിക്കൽ സ്റ്റോറുകാരനും രോഗിയാകാൻ ആഗ്രഹിക്കുന്നില്ല. ലാബിലിരിക്കുന്ന രോഗം പരിശോധിക്കുന്ന ഒരാൾ പോലും രോഗിയായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവർക്കെല്ലാം രോഗം കൊണ്ട് പണം ഉണ്ടാക്കണം. എത്ര വലിയ വിരോധാഭാസമാണെന്ന് നോക്കണം. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ മനസ്സിലേക്ക് രോഗഭീതി മാത്രം ഇട്ടുതരുന്ന ആരോഗ്യവകുപ്പും രോഗഭീതി മാത്രം ഇട്ടുതരുന്ന ഡോക്ടർമാരും രോഗഭീതി മാത്രം ഇട്ടുതരുന്ന മാധ്യമങ്ങളും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് മറന്നു പോവുകയാണ്. ആരോഗ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥയല്ല, രോഗമില്ലാതെ ജീവിക്കുന്നതാണ് ആരോഗ്യം എന്ന ഒരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിൽ വീണിട്ടുണ്ട്. ഒരിക്കലും രോഗമില്ലാതെ ജീവിക്കുന്നതല്ല ആരോഗ്യം. ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉത്സാഹമുള്ള അവസ്ഥയാണ്. അതായത് നമ്മൾ ഏത് സമയത്തും ഏത് ജോലിയും, നമ്മളെക്കൊണ്ട് പറ്റുന്ന ഏത് ജോലിയും ചെയ്യാൻ തക്ക ഉത്സാഹമുള്ളവരായിരിക്കണം. ആ ഒരു അവസ്ഥ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ എപ്പോഴും രോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും എനിക്ക് ആ രോഗം വന്നാൽ ഞാൻ എന്ത് ചെയ്യണം, ആ രോഗം വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, അത് വന്നു കഴിഞ്ഞാൽ എന്താകും എൻ്റെ അവസ്ഥ, ക്യാൻസർ വന്നാൽ ഞാൻ എന്ത് ചെയ്യും. നമ്മൾ വായിച്ചിട്ടുണ്ട്, ക്യാൻസർ ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്തപ്പോൾ തന്നെ പോയി ആത്മഹത്യ ചെയ്ത ചെറുപ്പക്കാരുടെ കഥ. പേടിയാണ്. ക്യാൻസർ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? കാരണം രോഗഭീതി. നിങ്ങൾ ക്യാൻസറിനെ പേടിക്കേണ്ട, ഒന്നിനെയും പേടിക്കേണ്ട. ഇതെല്ലാം എങ്ങനെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. അതിനെ തടയാനുള്ള വഴിയുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി എന്ന് നമ്മുടെ ആരോഗ്യവകുപ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അതിന് പകരം എവിടെയോ 10-12 പേര് മരണപ്പെട്ടു. എന്തുകൊണ്ട് മരിച്ചു എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ അതൊരു അമീബ ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ്, വൈറസ് ഉണ്ടാക്കുന്നതാണ്. ആ വൈറസ് 3.5 കോടി ജനത്തെയും ഒരുപോലെ പിടിക്കും. അതുകൊണ്ട് 3.5 കോടി ജനവും ആ വൈറസിനെ പേടിച്ച് ജീവിക്കണം, ആ ബാക്ടീരിയ പേടിച്ച് ജീവിക്കണം എന്ന് പറയുകയല്ലാതെ ആരോഗ്യമുള്ളവർക്ക് ഒരു വൈറസിനെയും പേടിക്കേണ്ട, ഒരു ബാക്ടീരിയയും പേടിക്കേണ്ട, ഒരു അമീബയും പേടിക്കേണ്ട എന്ന് ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? പറഞ്ഞു കൊടുക്കുന്നില്ല. ശരിയായ ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ
ഒരു വൈറസും ഒരു ബാക്ടീരിയയും ഒരു അമീബയും ഒന്നും ചെയ്യില്ല. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ കഴിക്കുന്ന, നമ്മൾ ശ്വസിക്കുന്ന, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും വായുവിലും ഭക്ഷണത്തിലും വിഷം കലർന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും. ശാന്തവും പ്രസന്നവുമായിട്ടിരിക്കേണ്ട നമ്മുടെ മനസ്സിൽ വിഷം കയറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ക്യാൻസർ രോഗിയാക്കും. നമ്മൾ ദുഷിച്ച മനസ്സുമായിട്ട് ജീവിച്ചാൽ ആ ദുഷിച്ച മനസ്സ് നമ്മുടെ ശരീരത്തെയും ദുഷിപ്പിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി രോഗിയായിട്ട് മാറുന്നത് എന്നുള്ളത് അയാൾക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നിങ്ങളെ രോഗങ്ങളെ തടയാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രദ്ധ മൊത്തം രോഗത്തിലേക്ക് പോവുകയും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ടിരിക്കരുത്, ഓടി ആശുപത്രിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നമ്മളെ എങ്ങനെയും ഒരു രോഗിയാക്കി മാറ്റാൻ വേണ്ടിയാണ് എല്ലാ ആരോഗ്യ വിദഗ്ധരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, വളരെ വലിയ ഒരു വ്യവസായം ഇവിടെ നിലനിൽക്കുന്നത് രോഗത്തിൻ്റെ മുകളിലാണ്. രോഗമില്ലാതായി കഴിഞ്ഞാൽ ആ വ്യവസായം തകർന്നു വീഴും. എല്ലാ മനുഷ്യർക്കും ഉത്തമമായിട്ടുള്ള ആരോഗ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യവസായം പിന്നെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ചിന്തിക്കണം, നിങ്ങൾ രോഗഭീതിയുള്ള ആളായിട്ട് ജീവിക്കണോ അതോ ആരോഗ്യബോധമുള്ള ആളായിട്ട് ജീവിക്കണോ? നിങ്ങൾ മാത്രം ചിന്തിച്ചെങ്കിലേ പറ്റൂ. നിങ്ങളെ രോഗഭീതിയുള്ള ആളാക്കി ജീവിപ്പിക്കാൻ വേണ്ടി ഈ ലോകം മുഴുവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ രോഗഭീതിയുള്ള ആളായിട്ടല്ല ആരോഗ്യബോധമുള്ള ആളായിട്ട് ജീവിക്കും എന്ന് നിങ്ങൾ തീരുമാനമെടുത്താൽ എല്ലാ രോഗങ്ങളും നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കും. കാരണം നിങ്ങളുടെ മനസ്സിലുള്ളത് ആരോഗ്യ ചിന്തയാണ്. ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടത് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടത് മാത്രമേ നിങ്ങൾ ചെയ്യൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കാര്യത്തിനാണോ നമ്മുടെ മനസ്സിൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും. നിങ്ങൾ ആരോഗ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആരോഗ്യത്തിൻ്റെ പിന്നാലെ പോകും. രോഗത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ രോഗങ്ങളുടെ പിന്നാലെ പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാം, ആരോഗ്യവാനായിട്ടിരിക്കണോ ആരോഗ്യവതിയായിട്ടിരിക്കണോ അതോ രോഗത്തെക്കുറിച്ച് ചിന്തിച്ച് 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 ജീവിക്കണോ എന്ന്. താങ്ക് യു.